നമസ്കാരം. സാമ്പത്തികത്തിൽ ജർമ്മനിയെ കടത്തിവെട്ടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അതായത് ദശകങ്ങളോളം ലോകത്തിലെ പ്രബല ശക്തിയായിരുന്ന ജപ്പാനെ പിന്നിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അമേരിക്കയ്ക്കും ചൈനയ്ക്കും ജർമ്മനിക്കും തൊട്ടു പിന്നിൽ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന പദവിയിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി ചുവടുവച്ചിരിക്കുന്നു. ഇത് വെറും അക്കങ്ങളിലോ GDP നിരക്കുകളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് പൗരാണികമായ ഒരു രാഷ്ട്രം ആധുനിക ലോകക്രമത്തിൽ തങ്ങളുടെ സ്ഥാനം വീണ്ടെടുക്കുന്ന കാഴ്ച കൂടിയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതം നേരിട്ട ദാരിദ്ര്യത്തിൽ നിന്നും നിശ്ചലതയിൽ നിന്നും തുടങ്ങി 1991 ഉദാരവൽക്കരണത്തിലൂടെ വഴിമാറി ഇന്ന് ഡിജിറ്റൽ വിപ്ലവത്തിന്റെ നിർമ്മാണ വിപ്ലവത്തിന്റെയും കരുത്തിൽ ഇന്ത്യ ഒരു ആഗോള വളർച്ചാ എഞ്ചിനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഭീഷണി നിലനിൽക്കുമ്പോഴും ഇന്ത്യ കാഴ്ചവെക്കുന്ന ഈ സ്ഥിരതയാർന്ന വളർച്ച അന്താരാഷ്ട്ര നാണയ നിധിയും ലോകബാങ്കും ഒരുപോലെ അത്ഭുതത്തോടെ നോക്കുന്നത്. 2014 10ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ വെറും ഒരു ദശകത്തിനുള്ളിൽ 6 പടികൾ മുന്നേറി 4ാം സ്ഥാനത്തെത്തി നിൽക്കുന്നു. ഏകദേശം $4.18 ട്രില്യൺ ഡോളറിനടുത്തെത്തിയ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2026 $4.5 ട്രില്യൺ പിന്നിടുകയും ലോകത്തിലെ 3ാമത്തെ സ്ഥാനത്തേക്ക് കുതിക്കുമെന്നും IMF, വേൾഡ് ബാങ്ക്, OECD, മൂഡീസ് തുടങ്ങിയ ആഗോള സാമ്പത്തിക നിരീക്ഷണ സംഘടനകൾ പ്രവചിക്കുന്നുണ്ട്. 2022 യുഗോഡിയെ പിന്നിലാക്കി 5ാം സ്ഥാനത്ത് എത്തിയതും ഇപ്പോഴിതാ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നതും ഈ മാറ്റത്തിന്റെ വേഗത വളരെ വ്യക്തമാക്കുന്നു. വളർച്ചയുടെ പശ്ചാത്തലത്തിൽ GST, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റൻസി കോഡ്, ഡിജിറ്റൽ ഇന്ത്യ, ഉൽപാദനത്തോടനുബന്ധിച്ച പ്രോത്സാഹനങ്ങൾ തുടങ്ങിയ നയപരിഷ്കാരങ്ങൾ ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനു ശേഷം ഏറ്റവും വലിയ നികുതി പരിഷ്കാരമായി കണക്കാക്കുന്ന GST ദേശീയ വിപണിയെ ഏകീകരിക്കുകയും വരുമാന ശേഖരണം വിപുലീകരിക്കുകയും ചെയ്തു. ബാങ്കിംഗ് മേഖലയിലെ മോശം വായ്പകളെ നിയന്ത്രിച്ച് IBC ധനവിപണിയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ചു. UPI അധിഷ്ഠിത ഡിജിറ്റൽ ഇടപാടുകൾ, ഔപചാരികതയുടെ വർധന, സ്റ്റാർട്ടപ്പ് വളർച്ച, ഹൈടെക് മേഖലയിലെ വിപുലീകരണം എന്നിവയും വികസനത്തിന് കരുത്തേകി. സാമ്പത്തിക വളർച്ചയിൽ ആഭ്യന്തര ഉപയോഗം നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു. സ്വകാര്യ ഉപഭോഗവും കച്ചവട നിക്ഷേപവും വളർച്ചയുടെ തോത് ഉയർത്തി. 2025-26 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ 8.2% യഥാർത്ഥ GDP വളർച്ച രേഖപ്പെടുത്തിയതും വളർച്ചയുടെ സ്ഥിരത തെളിയിച്ചു. പല വികസിത രാജ്യങ്ങളും മാന്ദ്യത്തിന്റെയും വ്യാപാര താളവത്തിന്റെയും ഭീഷണി നേരിടുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി നിലനിർത്തി. ഭാവിയിലേക്ക് ഇന്ത്യയുടെ നേട്ടത്തിന്റെ പട്ടിക കൂടുതൽ ഇതോടെ ഉയരുകയാണ്. സർക്കാർ കണക്കുകൾ അനുസരിച്ച് 2030 GDP $7.3 ട്രില്യൺ പിന്നിട്ട് ജർമ്മനിയെ മറികടന്നതായി 3ാമതായി ഉയരുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇത് കണക്കുകൾ മാത്രം തുടരാതെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് മാറുക എന്നതാണ് യഥാർത്ഥ വിജയചിഹ്നം. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, നിക്ഷേപ സ്വീകരണ സൗഹൃദ നയങ്ങൾ, സ്റ്റേറ്റ് തലത്തിലുള്ള സഹകരണം, ഉൽപാദനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ, എക്സ്പോർട്ട് അധിഷ്ഠിത വളർച്ച, ഇതാണ് ഇന്ത്യയെ സമ്പദ് വ്യവസ്ഥയിൽ മാത്രമല്ല സമൃദ്ധ രാഷ്ട്രത്തിലേക്ക് ഉയർത്തി നിർത്തുന്നത്. ലോകത്തിലെ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുടെ ഉയർച്ച സാമ്പത്തിക പട്ടികയിലുള്ള ഒരു സ്ഥാനമാറ്റമല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മവിശ്വാസവും നിക്ഷേപ വിശ്വാസവും നയപരിഷ്കാര ഫലവും ജനതയുടെ പരിശ്രമം ഈ എല്ലാം ചേർന്നുണ്ടാക്കിയ നേട്ടമാണ്. മാത്രമല്ല 2030 3ാം സ്ഥാനത്തെത്തുക എന്ന ലക്ഷ്യം ഇന്ത്യയെ സംബന്ധിച്ച് അസാധ്യമല്ല. എന്നാൽ ഈ കാര്യം ഇന്ത്യ സാധ്യമാക്കുകയും ചെയ്യും.